തരേണമേ, എന്നിൽ നിറയണമേ. ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സ്ഥലത്തിൻ്റെ വിഷയം. ഇനി ഇവരുടെ ജീവിതത്തിൽ വേറൊരു വിഷയമുണ്ട്. ഈ മകളുടെ കാര്യം, ഈ സൗഖ്യപ്പെട്ട മകളില്ലേ, ആ മകൾക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് PR-ന് 1 വർഷം എടുക്കും PR കിട്ടാൻ. ഈ PR ഉടമ്പടി കഴിയുമ്പോൾ 1 വർഷം എടുത്ത് പെർമനൻ്റ് റെസിഡൻസ് കിട്ടേണ്ട ആൾക്ക് 29 ദിവസം കൊണ്ട് പെർമനൻ്റ് റെസിഡൻസ് കിട്ടാം. അതായത് 1 വർഷമാണ് സാധാരണ എടുക്കുന്നത്, ചിലർ 2 വർഷം വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം എടുക്കുമ്പോൾ ഉടമ്പടി കഴിയുമ്പോൾ 29 ദിവസം, 1 മാസം പോലും എടുക്കുന്നില്ല, 29 ദിവസം കൊണ്ട് ഈ PR കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മളെന്താ പറഞ്ഞത്, സ്ഥലം സ്വിറ്റ്സർലൻഡും അയാങ്കുടിയുമുള്ള സ്ഥലത്തിൻ്റെ ഒരു അകലമുണ്ട്. ആ അകലം ഇങ്ങനെ ഉടമ്പടി കുറക്കും. പിന്നെ എന്ത് ചെയ്യും, സമയത്തിൻ്റെ ദൂരവും കുറക്കും. 1 വർഷം എന്നുള്ളത് വെറും 29 ദിവസമായിട്ട് കുറച്ചുകൊണ്ട് വരും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കുറക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഫോർമുല അങ്ങനെയാണ്. കനാല കല്യാണ വേദിയിൽ ഈശോ എന്താ പറയണത്, നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് അമ്മ പറയണത്, ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ എന്താ പറയണത്, അവൻ പറയണ പോലെ ചെയ്യാൻ, ഉടമ്പടി ചെയ്യാനാണ് പറയണത്. അത് ഉടമ്പടിയില്ല, അവൻ പറയണ പോലെ എന്താ ചെയ്യണത്, അവൻ പറയണ ഉടമ്പടി എന്താ അമ്മ ചെയ്യണത്, ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാം എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോഴെന്താ, ആകാത്ത സമയം ആകെ എടുക്കും. 1 കൊല്ലം PR-ന് വേണ്ടിയുള്ളത് 29 ദിവസമായിട്ട് കുറച്ച് കൊടുക്കും. അതെന്താ വെച്ചാൽ ഇതെല്ലാം എൻ്റെ ലോഞ്ചിങ് പാഡ്. ഇത് ലോഞ്ചിങ് പാഡെന്ന് പറയണത് ഈ ഗ്രേറ്റ് മദറാണ്, ഈ അന്ന തോമസ് എന്ന് പറഞ്ഞ ആളാണ്. ഇവരാണിത് മോഡുലേറ്റ് ചെയ്യണത് മുഴുവനും. അതായത് ഉടമ്പടി എടുക്കുന്നയാൾ പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ ഈ വിഷയങ്ങളുടെ എല്ലാം ഇതുപോലെ സ്ഥലമില്ല, അവിടെ കാലമില്ല, എല്ലാത്തിനും എന്നെ കൺസേഴ്സ് കൊണ്ടുവരും. ചില ആൾക്കാർക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ്. ഒക്കുമായിരിക്കും, കൊടുത്താൽ കൊള്ളാം, കിട്ടിയാ ഊട്ടി, പോയാ ചട്ടി, ഇങ്ങനെ വാദപ്പന് വിശ്വാസക്കാരുണ്ട്. അവർക്കാണ് ഈ സാധനം ഇത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. എന്താ കാര്യം കഴിഞ്ഞാൽ ഇതിന് വേണ്ടത് സാധാരണ വിശ്വാസം പോരാ. എന്ത് വേണം, ഗ്യാരൻറ്റീഡ് ഫെയ്ത്ത് വേണം. ഗ്യാരൻറ്റീഡ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഈ വിശ്വാസം, ഈ ഇപ്പോൾ മുക്കുപണ്ടവും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം, മുക്കുപണ്ടവും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം, ഉരച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ മാറ്റ് ഒരിക്കലും കുറയത്തില്ല. അപ്പോൾ ഈ വിശ്വാസത്തിൽ തന്നെ മാറ്റ് കുറയാത്ത വിശ്വാസമുണ്ട്. ദാറ്റ് സ്ഥിരമായിട്ട് എല്ലാ സമയത്തും ഒരേ മൂല്യം, എല്ലാ സമയത്തും ഒരേ മൂല്യമാണ്. അതാണ് സ്ഥിരതയുള്ള വിശ്വാസം എന്ന് പറയണത്. ഈ സ്ഥിരതയുള്ള വിശ്വാസത്തിനാണ് ഇതുപോലെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളത്. സ്ഥിരതയുള്ള വിശ്വാസം, സാധാരണ ലളിത വിശ്വാസമുണ്ട് ആൾക്കാർക്കൊക്കെ ഉള്ളത്. 80% ലളിതമായ വിശ്വാസമാണ്, ലളിതമായ വിശ്വാസം. അപ്പം മറ്റേ ആളെ കണ്ടില്ലേ, ആ 9:22 മർക്കോസിൻ്റെ സുവിശേഷം 9:22 അപസ്മാരോഗിയുടെ അപ്പൻ ഈശോയോട് പറയാൻ എന്താണ്, ഇത് എൻ്റെ മകൻ തീയിലും വെള്ളത്തിലും വീഴുകയാണ്, അപസ്മാരം ബാധിച്ച്. അപ്പോൾ ഞാൻ നിൻ്റെ ശിഷ്യന്മാരത് പിന്നെ കൊണ്ടുവന്നു, അവർക്ക് ഒന്നും കഴിഞ്ഞില്ല, നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നിക്കണം. അതാണ് ഈ ABCD വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് ലളിത വിശ്വാസം? എന്താ അവിടെ എന്താ പറഞ്ഞ മർക്കോസ് 9:22 നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ. അപ്പോൾ അവിടെ കർത്താവിലുള്ള വിശ്വാസം അയാൾ അത്രയ്ക്ക് കട്ടനായിട്ട് പ്രഖ്യാപിക്കണില്ല. അതുകൊണ്ട് കർത്താവ് അത് റിമാർക്ക് ചെയ്ത് കർത്താവ് അയാളോട് ചോദിച്ചു, കഴിയുമെങ്കിലെന്നോ എന്നാണ്, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കും. അപ്പോഴാ മനുഷ്യൻ 9:24 മർക്കോസിൻ്റെ സുവിശേഷം 9:24 എന്താ പറയണത്, കർത്താവേ അബദ്ധം പറ്റിയതാണ്, എനിക്കിങ്ങനെ ഒന്നും പരിചയമില്ല, അവിശ്വാസിയാണ്, ഇപ്പം എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. നീ പറയണ പോലെ ഞാനൊക്കെ എത്ര കൊണ്ട് വലിയ അവിശ്വാസിയൊന്നുമല്ല, അവിശ്വാസിയാണ്. അതാണ് 9:24 അയാൾ പട്ടാങ്കി പറയുന്നുണ്ട് കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം, എന്നെ രക്ഷിക്കണം. പക്ഷെ അത് അയാൾ ഒരു മാന്യതയോട് സംസാരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പോയിക്കൊള്ളുക,
നീ വിചാരിച്ചത് നിനക്ക് സംഭവിക്കുമെന്ന് പറയും. കാര്യം എന്താ? അയാളുടെ അവിശ്വാസം അയാൾ ഏറ്റുപറഞ്ഞു. ഈ വിശ്വാസം അല്പം പമ്മി നിൽക്കണമെങ്കിലും നിങ്ങളത് സത്യം മനസ്സിലാക്കി ഏറ്റുപറയുകയാണെങ്കിലേ, അല്ലാതെ നിങ്ങൾ ദൈവമായിട്ട് തർക്കുക, പിന്നെ വിശ്വാസം കൊണ്ടാണ് ജീവിക്കണത്, വിലയെടുത്തിട്ടല്ലേ ജീവിക്കണത്. ഇങ്ങനെ ചില കോമരങ്ങളുണ്ട് നാട്ടിൽ, വീട്ടിലുണ്ടാവും പിശാചുകൾ. അതായത് വിശ്വാസം കൊണ്ടാണ് ജീവിക്കണത്, മനുഷ്യൻ വിലയെടുത്തിട്ടല്ലേ ജീവിക്കണത് എന്ന് വിഡ്ഢിയാന്മാർ പറയും. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ അവനൊക്കെ ഈ ജന്മത്തിൽ ദൈവത്തിൻ്റെ ഒരനുഭവം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇതൊക്കെ ഈശോ ഭയങ്കരമായിട്ട് വില കൊടുത്തിരിക്കുന്ന സംഭവമല്ലേ. ഒന്ന് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശു ഒന്ന് കുറഞ്ഞത് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് വിഷയം. അതായത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അതിന് പേയ്മെൻറ്റ് നടത്താൻ കഴിയാത്ത ആൾക്കാരുമായിട്ട് വിശ്വാസത്തിന് ബന്ധങ്ങളില്ല, അവകാശങ്ങളില്ല, ഒന്നുമില്ല. ഈ ദൈവം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വിശ്വാസം. ഇപ്പം നമ്മുടെ അപസ്മാര രോഗിയുടെ വിശ്വാസം കണ്ടില്ലേ, അപ്പൻ്റെ വിശ്വാസം കണ്ടില്ലേ? കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണം, എന്നോട് കരുണ തോന്നണം. അപ്പം കർത്താവ് അവൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ചു. ഇത് പക്ഷേ ഈ അവിശ്വാസത്തെ പരിഹരിച്ചെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ അവിശ്വാസത്തെ പരിഹരിച്ചു, അതിനൊരു റേറ്റിംഗ് ഉണ്ട്. സാധാരണ ലെവലിലുള്ള വിശ്വാസമാണത്. പക്ഷേ ഹെവി ഡ്യൂട്ടി, ഇത്തിരി ഇമ്മിണി വലിയ കാര്യം ചെയ്യാൻ സാധാരണ വിശ്വാസത്തിന് പുള്ളിങ് ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? ഇവന് ഇപ്പോൾ വിശ്വാസമുണ്ട്. അവനിപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ, മകന് അപസ്മാരം വന്നപ്പോൾ അവനൊരു അഭ്യാസം കർത്താവിൻ്റെ അടുത്ത് കാണിച്ച്, കുറച്ച് അവിശ്വാസമൊക്കെ കാണിച്ച്, പിന്നെ വിശ്വാസമൊക്കെ കാണിച്ച് തൽക്കാലം കാര്യം കണ്ടുകൊണ്ട് പോയി. ഈ ആളെ പിന്നെ ഒരു കാലത്തും ദൈവം കാണത്തില്ല. കാര്യം എന്താണ്? ഇനി ഇയാളെ കാണണമെങ്കിൽ ഇയാൾക്ക് അടുത്ത മകന് അപസ്മാര രോഗം വരേണ്ടി വരും. അതാണ് വിഷയം. ഇതിനാണ് ബേസിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബേസിക് ഫെയ്ത്തുകാരെ എപ്പോഴെങ്കിലും ഒരു ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് കടിച്ചു തൂങ്ങി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. കാര്യം വെച്ചാൽ ദൈവത്തിന് ഇപ്പോഴൊരു മൂല്യമുണ്ട്, ആ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. പെർമനൻ്റ് കണക്ഷൻ ഇല്ല. ചില ആൾക്കാർക്ക് പണ്ട് കണക്ഷൻ, നാട്ടിൽ കല്യാണത്തിൽ കണക്ഷൻ ഇല്ലാഞ്ഞ ആൾക്കാരുണ്ടല്ലോ. കറണ്ട് ഇപ്പോൾ എല്ലാവർക്കും ആയതൊക്കെ ഒരു 10 കൊല്ലം ആയുള്ളൂ എല്ലാവർക്കും കറണ്ടായിട്ട്. പക്ഷേ കറണ്ടില്ലാത്ത വീടുകൾ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ ഞാനിരുന്നത് 2015 എൻ്റെ പള്ളിയുടെ നേരെ മുമ്പിലുള്ള വീട്ടുകാർക്ക് പ്രത്യേക സാഹചര്യത്തിൽ കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ജില്ലയിൽ എല്ലാവർക്കും കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കണക്ഷൻ കൊടുത്തു. ഞങ്ങളത് മാസ് പെറ്റീഷൻ കൊടുത്തു KSBയിൽ. അപ്പം അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ടാകുമായിരുന്നു. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കല്യാണം വരുമ്പോൾ എന്തു ചെയ്യും? അടുത്ത വീട്ടിൽ നിന്ന് താൽക്കാലിക കണക്ഷൻ എടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ഒരു താൽക്കാലിക 3 ദിവസത്തേക്ക് ഒരു താൽക്കാലിക കണക്ഷൻ എടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് വേറെ വിളിച്ചൊക്കെയാണ് KSBയുടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് പട്ടാങ്ങിയൊക്കെ പറഞ്ഞിട്ട് ചെയ്യണ പരിപാടിയാണ്. അപ്പം ചില ആൾക്കാരുടെ വിശ്വാസം ഈ താൽക്കാലിക വിശ്വാസമാണ്. ദൈവം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവം എന്താ പറയണത്? നിൻ്റെ വിശ്വാസം ഗ്യാരണ്ടീഡ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിരിക്കണം, പെർമനൻ്റ് ആയിരിക്കണം എന്ന് പറയും. പെർമനൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. ചില 10 കൊല്ലം കഴിയുമ്പോൾ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നിൻ്റെ പെറ്റ അമ്മയാണെന്ന് വിചാരിച്ചു, അമ്മയുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയൊക്കെ ഇരുന്ന്, പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ
നിന്നേക്കാൾ റിലേഷൻ ചിലപ്പോൾ നാത്തൂനായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ റിലേഷൻസൊക്കെ തന്നെ പോലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കും, സ്ഥിരത ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവത്തിന് ഇങ്ങനെ സ്ഥിരതയില്ലാത്ത റിലേഷൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഭൂമിയിൽ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു കാലം നമുക്കുണ്ടായിരുന്ന റിലേഷൻസ്, പിന്നെ നിന്നോ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല, ഈ വഴിയൊക്കെ നീ ഓർക്കൊണ്ടാന്ന് നമ്മളെ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഡയലോഗ് ഇതാണ്: നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല, ഈ വഴിയൊക്കെ നീ മറന്നുപോയാ എന്ന് ഞാൻ ചിന്തിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ നമ്മുടെ റിലേഷൻസ് ബ്രേക്കഡായെന്ന് അർത്ഥം. സ്വന്തം അമ്മയാണേ, ഓർത്തേക്കണേ. അപ്പോൾ ഈ റിലേഷൻസ് ഇങ്ങനെ ഉണ്ടത് സ്ഥിരമല്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ വഴി പോകും. അപ്പോൾ ഇതുപോലെ ഇപ്പം ദൈവം പക്ഷേ ഇങ്ങനെയുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണില്ല. വിശ്വാസി കൃത്യമായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. നാട്ടിൽ കിടന്ന് കളിക്കണ കളി കർത്താവുമായിട്ട് കളിക്കുക ഏക്കത്തില്ല. ദൈവം എങ്ങനെയുള്ള വിശ്വാസമാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? യാക്കോബ് 1:3. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കണമെന്ന് അറിയാമല്ലോ. യാക്കോബ് 1:3 എന്ന് പറഞ്ഞ് ഒന്നിനു പറഞ്ഞ്, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ 2 തരം വിശ്വാസമാണ് ഇവിടെ വരണത്. എന്താണ്? ഒന്ന് ലളിതമായ വിശ്വാസവും കുറച്ച് അവിശ്വാസവും ഒക്കെ ആയിട്ട് കൂടിയുന്ന വിശ്വാസം. ഇത് ഒക്കേഷണലാണ്, ടെമ്പററി കണക്ഷനാണിത്, പെർമനൻ്റ് അല്ല. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷിക്കപ്പെട്ട വിശ്വാസമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പട്ടുംപാടി സിഗരറ്റും വലിച്ച് നടക്കുന്ന വിശ്വാസമല്ല, പരീക്ഷിക്കപ്പെട്ട വിശ്വാസം. അതിലെന്താ സംഭവിക്കണം? പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ എന്താ സംഭവിക്കണത്? ഇപ്പം തന്നെ കണ്ടില്ലേ അവരുടെ വിശ്വാസം എന്താ? പരീക്ഷിച്ചു, ഒക്കെ കുടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസറായി. അതെന്താണ്? അതോടുകൂടി അമ്മയും മകളുടെയും വിശ്വാസം പരീക്ഷിച്ചു ദൈവം. എന്ത് പറ്റി? അതാണ് യാക്കോബ് 1:3 പറയണത്. വിശ്വാസം എന്ന് പറഞ്ഞേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ നിന്റെ വിശ്വാസത്തെ ദൈവം പെർമനന്റ് ഫെയ്ത്ത് ആയിട്ട് അംഗീകരിച്ചു. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് PR പോലെ പെർമനന്റ് റെസിഡൻസാണ്. പെർമനന്റ് റെസിഡൻസ് ആയാൽ മാത്രമേ പിന്നെ ലോൺ കിട്ടത്തുള്ളൂ, ഇല്ലേ? പല പ്രശ്നങ്ങളാണ്. ഗവൺമെൻറ് വാടക എല്ലാ ഡീലിങ്സിനും പെർമനൻസി ചോദിക്കും. വാടകക്കാരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കാര്യവും. വിശ്വാസത്തിന് പെർമനൻസി, സ്ഥിരത ലഭിക്കണമെങ്കിലേ വെറുതെ ഇരുന്ന് സ്ഥിരത ഒന്നും ലഭിക്കത്തില്ല. നീ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു, അല്ലെങ്കിൽ കുർബാനയ്ക്കുള്ള പാട് സ്വീകരിച്ചു, നിൻ്റെ 4ാം ക്ലാസ്സിൽ വെച്ച് സ്വീകരിച്ചു. അതിനുശേഷം നീ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടി അങ്ങനെയൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ വിശ്വാസത്തിന് വേണ്ടി അവിടെ വർക്ക് ചെയ്തിട്ടില്ല, ഒന്നും വർക്ക് നടത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ അർത്ഥം കുർബാനയ്ക്കുള്ള പാഠം ഉണ്ടായിരുന്ന വിശ്വാസം തന്നെ ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇതിന് മൂല്യം കുറവാണ്. അതാണ് വിഷയം. മൂല്യം കുറവാണ്. ചെമ്പ് ചേർന്ന സ്വർണത്തിന് വില കുറവല്ലേ? ഇപ്പോൾ 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തങ്കമാണത്. എന്നാലും ഒരു 18 ക്യാരറ്റൊക്കെ വേണം സ്വർണമെന്ന് പറയണമെങ്കിൽ. 17 ചെമ്പൊക്കെ കൂടുന്നതനുസരിച്ച് 17, 16 ഒക്കെ ആവും, താഴേക്ക് പോകും. പിന്നെ ചെമ്പ് കൂടുന്നതനുസരിച്ചുകൊണ്ട് ക്യാരറ്റ് മൂല്യം കുറയും, ചിലപ്പോൾ ഒരു എടുക്കത്തുമില്ല. അപ്പോൾ ഈ വിശ്വാസത്തിനകത്ത് ഇതുപോലെ ചെമ്പും സ്വർണമൊക്കെ ഉണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് പരീക്ഷണങ്ങളെ അതിജീവിക്കണം. അതാണ് പത്രോസ് പറയണത്. 1 Petros 1:7. 1 Petros 1:7. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അവിടെയാണ് പ്രശ്നം. വിലയേറിയെന്നാ പറയണത്, വിലയേറിയതായിരിക്കും എന്നാ പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം.
അതായത് പരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല, തീർന്നു പരിപാടി. പരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. എന്താണ്, അതിജീവിക്കാനൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ കാര്യത്തിനും കടലാസ് പോലെ. ഈ ടെർമോക്കോളൊക്കെ കത്തിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്നും ഉണ്ടാകത്തില്ല ബാക്കി. ചില ആൾക്കാരുടെ ഫെയ്ത്ത് ടെർമോക്കോൾ ഫെയ്ത്താണ്. കത്തിച്ച് ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോയാൽ, ഇപ്പോൾ ഈ മാമോഗ്രാഫിൻ്റെ കേസിൽ അതാണ് പരീക്ഷണം. ആ മാമോഗ്രാഫിൻ്റെ വിഷയം വേറെ ആർക്കെങ്കിലാണ് വന്നിരുന്നെങ്കിൽ അതിനാലേ അവർ ടെൻഷൻ അടിച്ച് ചത്തുപോയനും. കാര്യം എന്താണ്? പ്രാർത്ഥിക്കത്തില്ല. ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്ന് നോക്ക്. എല്ലാവരും ചോദിക്കണേ, ദൈവമേ 24 മണിക്കൂറും ദൈവം എന്ന് പറഞ്ഞ് എനിക്കാണല്ലോ കോവിഡ് വന്നതെന്ന് പറയും. അപ്പോൾ പള്ളിയിലെ വട്ടക്കാരനും ഇല്ല, ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത അവനൊക്കെ ആരോഗ്യമായിട്ട് അടക്കണമെന്ന് പറയും. അതോടുകൂടി നിൻ്റെ പരിപാടി തീരുമാനം. എന്താ കാര്യം? ഈ വായിരിക്കുന്ന നാക്ക് കൊണ്ടാണ് പലരും പണി മേടിക്കുന്നത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കണമെന്ന് കർത്താവിന് അറിയാമല്ലോ. കർത്താവ് പറഞ്ഞ വാക്കല്ലേ അത്? ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവ് വലിയ പ്രബോധനങ്ങൾ നൽകുന്നതിനോർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ കൃപയൊഴുകട്ടെ. കർത്താവേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് ഇപ്പോൾ തത്സമയം യോഗം അർപ്പിക്കുന്നപ്പോൾ കർത്താവ് കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളെ സ്പർശിക്കണമേ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാല്യൂ ആഡഡ് റിസോഴ്സസ്, അതായത് എന്താ പറയണത്, മൂല്യവർദ്ധിത വിഭവങ്ങൾ. ഇപ്പോൾ ചില വിഭവങ്ങൾ, ഇപ്പോൾ ഒരു നാരങ്ങ ഇല്ലേ, നാരങ്ങയ്ക്ക് 1 രൂപ വില. എന്ത് വിലയാണെന്ന് എനിക്കറിയത്തില്ല, സത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതായത് ഒരു നാരങ്ങയ്ക്ക് 1 രൂപ വിലയാണെന്ന് വിചാരിച്ചോ, അത് അച്ചാറിട്ട് കഴിയുമ്പോൾ 3 രൂപയാകും ഇല്ലേ? ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും. അതിന് നമുക്ക് കഞ്ഞിയെങ്കിൽ അതുകൊണ്ട് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വില കൂടും. 3 രൂപയ ചിലപ്പോൾ 5 രൂപയും ആയെന്ന് വരും. ഇതാണ് മൂല്യവർദ്ധിതമെന്ന് പറയണത്. അതായത് വാല്യൂ ആഡഡ്. നിലവിലിരിക്കുന്ന വാല്യൂവിനെ ആഡ് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് എന്ന് പറയും. വാല്യൂ ആഡഡ് ഫെയ്ത്ത്, നിലവിലുള്ള ലളിത വിശ്വാസമില്ലേ, ആ ലളിത വിശ്വാസത്തിൽ ദൈവത്തിന് തിരുസന്നിധിയിലെ വാല്യൂ ഉള്ള വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും. അതെങ്ങനെയാണെന്നാ 10 ദിവസം പറഞ്ഞത്. എങ്ങനെയാണ്? സ്വർണ്ണം, അത് 1:10:1:7 എന്താ പറഞ്ഞത്? അഗ്നിശോധന ചെയ്ത സ്വർണത്തേക്കാൾ വാല്യൂ ആഡഡ് ആണ്, മൂല്യവർദ്ധിതമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിൻ്റെ വിശ്വാസം. അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായി കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ അതായത് കഴിഞ്ഞ ഡിസംബറിൽ, അപ്പോൾ എനിക്ക് 15 കൊല്ലമായിട്ട് ശ്വാസം മുട്ടലുണ്ട്. 15 87 തുടങ്ങിയതാണ്. അപ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ വല്ല കോവിഡ് വന്ന പിന്നെ ശ്വാസം മുട്ടൊക്കെ ആൾക്കാർക്കാണല്ലോ പണി കിട്ടണമെന്ന് പറയും. അപ്പോൾ എനിക്ക് 10 കൊല്ലമായിട്ട് കിഡ്നി അസുഖമുണ്ട്. മാതാവ് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് മാത്രം ഞാൻ സർവൈവ് ചെയ്യുകയാണ് ഇതിനെ എല്ലാത്തിനെയും. അപ്പോൾ ഈ ശ്വാസം മുട്ടലും എനിക്കുണ്ട്, വലിവിൻ്റെ രോഗമുണ്ട്, കിഡ്നിയുടെ രോഗമുണ്ട്. എന്നിട്ട് എനിക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡും പിടിച്ചു. എനിക്ക് ഈ 3 രോഗമുണ്ട്. ഈ 3 രോഗമുള്ളവർ സർവൈവ് ചെയ്യത്തില്ല.
സർവൈവ് ചെയ്യത്തില്ല. ഈ 3 രോഗം വെച്ചാൽ ഈ 2 രോഗങ്ങളുള്ള ആൾക്കാരാണല്ലോ മരിക്കണത്. പക്ഷേ ഈ 2 രോഗമുള്ളവർക്ക് ഈ രോഗം കൂടി വരുമ്പോഴാണല്ലോ അവർ മരിക്കണത്. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ആ സമയത്തെല്ലാം. ഹാപ്പി എന്നല്ല, ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ പ്രെയർ ചെയ്തു. എന്താ കാര്യം? കൃപാസന അമ്മ അറിയാതെ ഒരു സംഭവം നടക്കത്തില്ല. കർത്താവ് എൻ്റെ ശരീരത്തെ തൊടാൻ അനുവദിക്കത്തില്ല ആരെയും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് അത് സംഭവിക്കണത്. അമ്മയുടെ നിരീക്ഷണം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയായിരുന്നു. ആ ടൈം മുഴുവൻ ഞാൻ ബൈബിൾ വായനയായിരുന്നു. മുഴുവനും മുറി അടച്ചിട്ട് 24 മണിക്കൂറും ആരോടും സംസാരിക്കും, ബൈബിൾ വായിക്കും. അതുപോലെ ജപമാലയും ചെല്ലും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പവർഫുള്ളായി, ശരിക്കും മുമ്പത്തേക്കാൾ പവർഫുൾ. ഇതാണ്. അപ്പം നിങ്ങളോർക്കും ഞാൻ ഈ ബൈബിളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് അച്ഛന് ഇതൊക്കെ സംഭവിച്ചാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്കിത് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അറിയാം. അല്ലെങ്കിൽ എനിക്ക് കർത്താവിനോട് ബാർഗെയിൻ ചെയ്യാമല്ലോ. ഞാൻ വേറെ ഓരോരുത്തും പോണില്ല. ഞാൻ 24 മണിക്കൂറും കൃപാസനത്തിൽ ആൾക്കാരെ ഒരു 150 പേരെ വെച്ച് കാണുമായിരുന്നു ഒരു ദിവസം, ആ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. പക്ഷേ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല കർത്താവിനോട് അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ. കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് മണ്ടന്മാരാ തർക്കിക്കണമെന്ന്. അല്ലാത്തൊരു ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? മാതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് കർത്താവ് നിങ്ങളുടെ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തരണതാണെന്ന് മനസ്സിലാക്കണം. എന്താണ്? വാല്യൂ ആഡ് ചെയ്യാൻ. വാല്യൂ ആഡ് ചെയ്യാനെന്ന് പറയുമ്പോൾ വെള്ളി പോലെ ഇരുന്ന വിശ്വാസത്തിന് ഇപ്പോൾ ഒരു പരീക്ഷണം കഴിഞ്ഞ് അതിൽ പരീക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല, ജയിക്കണമേ എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, ദൈവസ്നേഹമൊക്കെ നിൽക്കണം. ഇക്കാലഘട്ടങ്ങളിൽ പരാതികളോ തർക്കങ്ങളോ വ്യഗ്രതകളോ നിരാശകളോ മറ്റുള്ളവരോട് സങ്കടം പറയുന്നത് ഒന്നും പാടില്ല. നിശബ്ദതയാണ്. മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വന്ന് 2:19 2:52 പറയുന്നത് അതാണ്. ഞാൻ അമ്മയ്ക്ക് പഠിച്ചാണ് ഇതെല്ലാം. ഈ വിഷയങ്ങളെല്ലാം ഞാൻ ആരും എന്നൊക്കെ പറഞ്ഞു തന്നതല്ല, അമ്മയ്ക്ക് പഠിച്ചതാണ്. ഇത്തിരി ജീവിതത്തെ കുറച്ച് ബോയിലിംഗ് ആയി കഴിയുമ്പോൾ, തിളച്ച് മറിയുമ്പോൾ അമ്മ നിശബ്ദമായിരിക്കും. എന്താ കാര്യം? ആ തിളച്ച് മറിയലിന് ശേഷം അമ്മയ്ക്കുണ്ടാകുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, ഭയങ്കര കപ്പാസിറ്റിയാണ്. അതിലൂടെയാണ് ഈ ഉടമ്പടിയിൽ സംഭവിച്ചിരിക്കുന്ന എനിക്ക് നിനക്ക് എന്ത് എന്നാണ് ചോദിക്കണതേ. എന്നുവെച്ചാൽ ആ നൂറ്റാണ്ടിൽ ആ പറയണ കാര്യം നടക്കില്ലെന്നർത്ഥം. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കണത് എന്താണ്? എനിക്ക് നിനക്ക് എന്ത്? ഇതെൻ്റെ നിൻ്റെയും കാര്യമല്ല. എന്നുവെച്ചാൽ പോയി പണിതൊക്കാൻ പറയുന്ന അർത്ഥം അല്ലേ? അതിൻ്റെ അർത്ഥം അല്ലേ? അതിൻ്റെ ടോണതല്ലേ? എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട് നമ്മുടെ രണ്ടുപേരുടെയും വിഷയമല്ല, പിതാവിൻ്റെ വിഷയമാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. എന്താണ്? അവരുടെ ഫെയ്ത്ത് സർവൈവ്ഡ് ഫെയ്ത്താണ്. അവരുടനെ പരിശുദ്ധാത്മ പറയും മേരി പ്രശ്നമൊന്നുമില്ല, അവൻ പറയണവർ ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാകണത്. അവൻ പറയണ പോലെ ചെയ്യണത്. എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം വന്നാലും രോഗം വന്നാലും നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അവിടെയാണ് വിഷയം വന്നത്. എങ്ങനെയാണ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കണത്? എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഫെയ്ത്തിനെ നിലവാരമുള്ള ഫെയ്ത്താക്കി മാറ്റണത്, വിശ്വാസമാക്കി. അപ്പോൾ നിലവിലുള്ള വിശ്വാസത്തെ നിലവാരമുള്ള വിശ്വാസമാക്കി മാറ്റണത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്താണ്. അവൻ പറയണ പോലെ ചെയ്യും. പക്ഷേ ചില ആൾക്കാർ ചെയ്യണത് പിറുപിറുത്തോണ്ട്. ദൈവത്തിന് ഇതുപോലെ കലിയുള്ള ഒരു കാര്യമില്ല. പിറുപിറുപ്പ്, ബുദ്ധിബോധമില്ലാത്ത ആയിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ പിറുപിറുത്തോണ്ട് നടക്കും, ഓരോ കാര്യവും പറഞ്ഞ്. അല്ലാത്തൊരു ബുദ്ധിബോധമുള്ളവർ, വിവേകമുള്ളവർ നിശബ്ദത പാലിക്കും. എന്താ കാര്യം? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്ന്. ഇപ്പോൾ 57-ാം സങ്കീർത്തനം വരും. ഒന്ന് വായിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നിൻ മുൻപിൽ വന്നിടാനാ ആരാധന കാരുണ്യ സാഗര
സാഗരമേ, കാരുണ്യ സാഗരമേ, ആരാധന കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 27 തിരുവചനം 1 അവസാനത്തിലാണേ ഏറ്റുപറഞ്ഞ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളോ ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അതായത് വിനാശത്തിന്റെ കാലം ഉണ്ടാകുമെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലെ അഭയം പ്രാപിക്കും. എപ്പോഴാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകണത്? പോയി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ചിറകിന് കീഴിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥനയിലും അനുധ്യാനത്തിലും വിശുദ്ധിയിലും വിശ്വാസ പ്രഖ്യാപനത്തിലും ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കുമെന്നാണ്. അല്ലാതെ നമ്മൾ മഴയത്ത് വല്ല വീട്ടിലും കയറി വെച്ചും ഇടക്കിടക്ക് മഴ കുറഞ്ഞാന്നും പറഞ്ഞ് കൈയും കാലിട്ട് അടിക്കത്തില്ലേ? അതുപോലെ വിനാശം നടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കൈയും കാലിട്ട് നോക്കും. മഴ കുറഞ്ഞാൽ പ്രശ്നം തീർന്ന എന്ന് പറഞ്ഞ് അത് ദൈവത്തിനെക്കുറിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കണം നമ്മൾ ചെയ്യണത്. അല്ല ഇവിടെ നിന്ന് വല്ലപാടിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന വ്യഗ്രത ക്രിസ്ത്യാനിയല്ല. വ്യഗ്രത വരുമ്പോൾ എന്താ പ്രശ്നം? സുഖലോലുപത, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകും. 21:34 ലൂക്കാ സുവിശേഷം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സുഖലോലുപത, മധ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അതായത് ഈ വ്യഗ്രത, സുഖലോലുപത, പിന്നെന്താ മദ്യാസക്തി. മദ്യാസക്തി തന്നെയാകണമെന്നില്ല, മൊബൈലിൽ ആസക്തി ആയാലും മതി. മദ്യം പിന്നെ എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ മനുഷ്യന് എന്തെല്ലാം തരം ആസക്തിയാണ് ഉള്ളത്. ചെറുക്ക് വസ്ത്രത്തിൻ്റെ ആസക്തി ഉണ്ടാവും ഇല്ലേ? ആകെപ്പാട് 2-3 പേര് ഡ്രസ്സ് മതി. അത് തന്നെ ഇട്ടുകൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകണം എങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ച് തന്നിട്ടേ ഞാൻ പള്ളിയിൽ പോകത്തുള്ളതെന്ന് പറഞ്ഞ് ദൈവമായിട്ട് യുദ്ധം വെച്ച് വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന കന്നുകാലി ക്രിസ്ത്യാനിയില്ലേ? അത് വ്യഗ്രതയുടെ ഭാഗമാണ്, ആസക്തിയുടെ ഭാഗമാണ്. നമ്മളെപ്പം ശ്രദ്ധിക്കണം. നിങ്ങളെന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും. നിങ്ങൾക്ക് വചനം അറിയാൻ പാടില്ലാത്ത ഒന്നും ബാധകമല്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും. നിങ്ങൾക്ക് ആ വചനം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറ്റകരമായിട്ടല്ലേ? ബാവു മല കയറിയില്ലേ? ഇമ്പാച്ചി മല അല്ലേ? മല കയറിയ എന്താ? അവന് ഞാൻ ആ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല. നിയമത്തെക്കുറിച്ച് അറിയത്തില്ല എന്നൊരു കാര്യമില്ല. ഇപ്പം വനം വകുപ്പ് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തെറ്റ് ശിക്ഷിക്കപ്പെടും. ഇപ്പം നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. വലിയ വചനം മലയാളത്തിൽ തന്നിട്ടുണ്ട്. മര്യാദക്കെടുത്ത് വായിച്ച് നോക്കണം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലും ആൾക്കാർ പറയുമ്പോൾ കേൾക്കണം. അപ്പോൾ എനിക്ക് വചനം അറിയാൻ പാടില്ല, എന്നെ ആരും പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ല, മുഴുവനും വചനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിന് അറിയാൻ പാടില്ലെന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ല. കാരണം നീ എന്ത് ചെയ്താലും അതിൻ്റെ അകത്തൊരു വചനം ഉണ്ടാവും. ആ വചനത്തിനെതിരായിരിക്കും നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വെളിച്ചവും വചനത്തിലെ ആധികാരികമായ ജ്ഞാനവും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. അഭിഷേക വചനത്താല് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്, ജ്ഞാനവരെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ആരാധന.